ഗൈസ് വാങ്ങി ഗൈസ് അൺബോക്സ് വീഡിയോ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാനൊരു സത്യം പറയാം. ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും എന്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നും ഈ വ്ളോഗിലൂടെ വഴിയെ മനസ്സിലാവും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, എൻ്റെ മുമ്പത്തെ ഷോപ്പിംഗ് വ്ളോഗ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അന്ന് ഇത് ഐഫോണിൻ്റെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാണ്ട് വന്നതാണ്. നമുക്കിന്ന് ഇവരുടെ ഫ്യൂം ഹബിൻ്റെ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ആ പേരൊക്കെ എഴുതിയിട്ടുള്ളത് ഇന്ന് ഇത് നമുക്ക് അടിച്ചുകൊണ്ട് പോവാം. അങ്ങനെ അപ്പം നമ്മൾ ബസ്സൊക്കെ കയറി നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. നമുക്ക് ആപ്പിളിൻ്റെ 3 സ്റ്റോറുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ളത് എയർപോർട്ടാണ്. നമുക്ക് അടുത്ത് അങ്ങോട്ടേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മൾ അന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒന്നാമത് ഫസ്റ്റ് ഇറങ്ങിയ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഓരോരോ സ്റ്റോറിലും. പോരാത്തതിന് സ്റ്റോക്കും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ വന്നിട്ട് എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ വന്നത് മറ്റെങ്ങോട്ടുമല്ല, ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ എടുക്കും. ഇപ്പം തന്നെ നോക്ക്, നമ്മൾ ഇന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും പേടിച്ചുകൊണ്ടുണ്ടായിരുന്നു നമുക്കിനി സാധനം കിട്ടേ ഉണ്ടാവേ സ്റ്റോക്ക് ഉണ്ടാവേ എന്നൊക്കെ. കാരണം ഉണ്ടായാൽ നമ്മളെന്തായാലും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. എന്നാലും ഉണ്ടാവേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എന്തായാലും കളർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഇതാക്കി വന്നു. നമുക്ക് ഓൾറെഡി ഒരു ഇതുണ്ടായിരുന്നു, എന്തായാലും ഇന്ന കളർ മതി, ഇന്ന കളർ വേണ്ട, ഈ കളർ നമ്മൾ എന്തായാലും ചൂസ് ചെയ്യില്ല, മറ്റേ കളർ മാത്രം ചൂസ് ചെയ്യാം എന്നുള്ള ഓൾറെഡി നമ്മൾ പ്ലാൻഡ് ആയിട്ട് വന്നതായിരുന്നു. കാരണം മറ്റേ കളറിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. And if ever you want to do exchange refund, ഗൈസ് വാങ്ങി ഗൈസ് ഐഫോൺ എന്തായത് 17 Pro Max വാങ്ങി നമ്മൾ. അൺബോക്സ് വീഡിയോ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ അവിടുന്ന്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ബസ് കയറിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ബസ്സിൽ പോകേണ്ടത്ര ദൂരം മാത്രമേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പം ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം എന്താണെന്നുള്ളത്. ഓക്കെ, കുറച്ച് സമയം പിടിക്കും കേട്ടോ അൺബോക്സ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഐഫോൺ 17 Pro Max. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. വൈറ്റ് ആണ് കേട്ടോ കളറ്. അപ്പം നമുക്കിനി ഇത് തുറക്കാം. ഓക്കെ, എനിക്ക് വേർത്തിട്ട് കയ്യെല്ലാം മണ്ണായി. നമ്മുടെ ഫോൺ നമ്മൾ വൈറ്റ് ആണ് കേട്ടോ എടുത്തത്.
ഇനി ഞാനൊരു സത്യം പറയാം. അങ്ങനെ അപ്പം ഞാൻ സത്യം പറയാമെന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. ഈ ഫോൺ എടുത്തത് ശ്രീക്കാണ്, എനിക്കല്ല. ശ്രീക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോൺ എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം സ്ക്രീൻ കാർഡും കവറൊക്കെ ഇട്ടിട്ടല്ല കൊണ്ടുവന്നത്. പിന്നെ നമ്മൾക്കത് പോയി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് പോയി ചെയ്തത്. അപ്പം എൻ്റെ ഫോൺ ഞാൻ മാറ്റിയിട്ടില്ല, കാരണം ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ പുതിയ ഫോൺ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഓനെടുത്താലും എനിക്കെടുത്താലും എല്ലാം കണക്ക് തന്നെ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ കണ്ടത് മൊത്തം. അപ്പോൾ ഞാൻ ശ്രീൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ് ഈ അൺബോക്സ് ചെയ്തോന്ന്. പക്ഷേ ഓൻ അതിനൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ.